അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ടേസ്റ്റി ദുആ വേൾഡിലേക്ക് ആർദ്രമായ സ്വീകരണം. അപ്പോൾ ഞാൻ എല്ലാവരെയും ഇന്നൊരു ഇസ്ലാം മെഡിറ്റേഷനിലേക്ക് ഞാൻ കൊണ്ടുപോകാണ് കേട്ടോ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതായത് മനസ്സും ശരീരവും ഒരേ ചിന്തയിൽ, ഒരേ അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് ഏകാഗ്രമായി ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് മെഡിറ്റേഷൻ. അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശാന്തിയും സമാധാനവും കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും. വേറെ യാതൊരു ചിന്തയുമില്ലാതെ അള്ളാഹുവിലേക്ക് മാത്രം ചിന്തകൾ കൊടുത്ത് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്ത് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധ്യാന അവസ്ഥയാണ് ഈ ഏകാഗ്രമായ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് എല്ലാവരും ചെയ്യാറുണ്ടോ? ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അത് മുടക്കണ്ട, അത് ചെയ്യുന്നത് നല്ലതാണ്, മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. അതുകൊണ്ട് അത് ഒരു 10 മിനിറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മുറി അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഒഴിഞ്ഞ മുറിയിൽ ജനലുകൾ നമുക്ക് തുറന്നിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ശുദ്ധവായു നമുക്ക് കയറിക്കോട്ടെ. അതിനുവേണ്ടി ജനലുകളൊക്കെ തുറന്നിടാം. വേറെ ഒരു ശബ്ദങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാത്ത രൂപത്തിലേക്ക് മനസ്സ് പാകപ്പെടുത്തുക. അതിനുശേഷം മനസ്സ് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പതുക്കെ പതുക്കെ നീക്കുക. എന്നിട്ട് 10 മിനിറ്റ് കണ്ണടച്ച് പിടിക്കുക. 10 മിനിറ്റോളം നമ്മൾ കണ്ണടച്ച് പിടിക്കുക. അതിനുശേഷം കണ്ണ് തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 2 കൈകളും മേപ്പോട്ട് ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതായിരിക്കും. തീർച്ച നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഇസ്ലാമിക് മെഡിറ്റേഷന് തയ്യാറുണ്ടെങ്കിൽ, ആരെങ്കിലും ഇസ്ലാമിക് മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തുടരുക. അത് ചെയ്യാൻ വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തോളൂ. നമുക്ക് അത് തുടങ്ങാം. നമസ്കാരം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം മെഡിറ്റേഷന് ശീലമാക്കുക കേട്ടോ. 10 മിനിറ്റ് നേരം മതി. മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും അത് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതായിരിക്കും. നമുക്കൊരുപാട് പ്രശ്നങ്ങൾ നീറിക്കൊണ്ടിരിക്കുന്ന മനസ്സുകളാണ് നമ്മുടെ. എപ്പോഴും എന്തെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ എപ്പോഴും നീറിക്കൊണ്ടിരിക്കും. ആ നീറുന്ന ചിന്തകൾക്ക് ഒരു സമാധാനം കിട്ടാനായിട്ടാണ് ഞാനീ പറയുന്ന മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സമാധാനവും സന്തോഷവും കിട്ടും. അതിലൂടെ മാത്രമല്ല, നമുക്ക് ആ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതായിരിക്കും. ആ ചിന്ത, നാം ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ആ ചിന്ത മുഴുവനും ആ പ്രാർത്ഥനയിൽ മാത്രമായിരിക്കണം. അല്ലാഹുവേ എന്ന ആ വിളി, അല്ലാഹുവേ എന്ന് നമ്മൾ ആ വിളിക്കുന്ന വിളി, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരുണ്യം ചൊരിയണം. ആ രൂപത്തിലായിരിക്കണം നമ്മൾ അല്ലാഹുവിനെ വിളിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഈ മെഡിറ്റേഷൻ തുടരുക. അസ്സലാമു അലൈക്കും.